ഹായ് ഫ്രണ്ട്സ്, അഴീക്കോട് മുനമ്പം പാലത്തിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷൻ കേട്ടോ. 5ാമത്തെ സെഗ്മെൻ്റൽ ബോക്സ് ഗർഡർ സ്ഥാപിച്ച് കഴിഞ്ഞു. ഇനിയൊരു 4 ആഴ്ചയോളം ഇത് സെറ്റാവാനുള്ള ടൈമാണ്. അത് കഴിഞ്ഞാൽ 6ാമത്തെ സെഗ്മെൻ്റൽ ബോക്സ് ഗർഡർ ഫിറ്റിങ് തുടങ്ങും. അതോടുകൂടി പുഴയുടെ മധ്യഭാഗത്തെത്തും. ഏകദേശം മധ്യഭാഗത്തെത്തിക്കഴിഞ്ഞാൽ പിന്നെ വർക്കുകൾ വരുന്നത് മുനമ്പം ഭാഗത്തോട്ട് അടുക്കുകയാണ്. അപ്പോൾ മുനമ്പം ഭാഗത്തിൻ്റെ വർക്കുകൾ സ്പീഡിൽ വളരെ വേഗത്തിൽ എന്ന് വെച്ചാൽ വളരെ വേഗത്തിൽ തന്നെ നടക്കുന്നത്. അതായത് അവിടെ തുടങ്ങാൻ കുറച്ച് വൈകിപ്പോയി. അതിൻ്റെ ഒരു സാവകാശം മാത്രമാണ് ഇപ്പോൾ അവിടെ ആ കാണുന്ന കുറവ്. അതൊരു കുറവെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അവർ ഈ വർക്ക് എടുത്തിരിക്കുന്ന ചെറിയാൻ വർക്ക്, ഈ കൺസ്ട്രക്ഷൻ നല്ല വേഗത്തിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നത്. നമുക്കൊരു ചിന്തിക്കാൻ പോലും പറ്റാത്ത രൂപത്തിൽ തന്നെ ഒരു പണി വേഗത്തിലാക്കിയിട്ടുണ്ട്. അതിന് പ്രത്യേകം അഭിനന്ദനം അവർക്ക് അറിയിക്കുന്നു. ഇപ്പോൾ അവിടെ കോൺക്രീറ്റ്, അതായത് നമ്മുടെ സെഗ്മെൻ്റൽ ബോക്സ് ഗർഡർ ഇങ്ങനെ സ്ഥാപിച്ച് വന്ന് കരയിലോട്ട് എത്തുമ്പോൾ ഉള്ള ആ ഭാഗം, ബാക്കിയുള്ള ഭാഗത്ത് കോൺക്രീറ്റാണ്. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സെഗ്മെൻ്റൽ ബോക്സ് സെറ്റിങ്സ് കഴിഞ്ഞ് ഏകദേശം കരയിലോട്ട് എത്തുമ്പോഴത്തേനും മുനമ്പം ഭാഗത്തോട്ട് എത്തുമ്പോൾ അവിടുത്തെ ഭാഗവും പണി തീരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇപ്പോൾ ഈ തട്ടടിക്കുന്നതൊക്കെ ഏകദേശം തീരാറായിട്ടുണ്ട് കേട്ടോ. കോൺക്രീറ്റിന് തയ്യാറായിക്കൊണ്ട് നിൽക്കുകയാണ്. അവസാനഘട്ട തട്ടടികളാണ് നടക്കുന്നത്. പിന്നെ ഇവിടെ എടുത്ത് പറയേണ്ടത്, ഈ ചെറിയാൻ വർക്ക്, ഈ കൺസ്ട്രക്ഷൻ്റെ വർക്കിനെ നമ്മൾ എടുത്ത് പ്രത്യേകം അഭിനന്ദിക്കുക. കാരണം അവരത്രയും ഈ മുനമ്പം ഭാഗത്ത് കുറേ തടസ്സങ്ങളുണ്ടായിരുന്നു. അതൊക്കെ മാറി പണി തുടങ്ങി. ഒരുപാട് വൈകിയാണ് തുടങ്ങിയത്. തുടങ്ങിയത് മുതൽ അവർ ഒരുപാട് സ്പീഡിൽ തന്നെയുണ്ട് ഈ വർക്കുകളൊക്കെ ചെയ്യുന്നത്. ഉത്തരവാദിത്വത്തോടുകൂടി തന്നെ നല്ല അടിപൊളിയായിട്ട് നല്ല സ്പീഡിൽ തന്നെ വർക്ക് നടക്കുന്നുണ്ട്. ഇരുകരകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. മുഴുവനായിട്ട് കണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തണം പ്രത്യേകം. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്തേക്കണം കേട്ടോ. പ്രത്യേകം പറയുകയാണ്, വീഡിയോ മുഴുവനായിട്ട് കണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തണം. അപ്പോൾ എല്ലാവരോടും ബൈ ബൈ. താങ്ക് യു.